ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡി സിസ്റ്റേഴ്സ്. നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള, 2 പച്ചമുളക്, മല്ലിയില, പുതിന, കറിവേപ്പില, ഇതെല്ലാം ഓരോ പിടി നമ്മൾ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മതി കേട്ടോ. ഇനി മസാലകളാണെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി വെളുത്തുള്ളി. നമുക്ക് എത്രയാണോ നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കാം. ഒരു ഹാഫ് ഇഞ്ചിയും ഒരു ഫുൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒരു 1 kg മുകളിലേക്കുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ പെപ്പർ ചിക്കൻ ഇന്ന് ഉണ്ടാക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ കസിൻ ഉണ്ട് കേട്ടോ. അവർ 9ാം മാസമായിട്ട് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലത്തെ ആൾക്കാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വക നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, ഗിഫ്റ്റല്ല, ഒരു ഫുഡ് ഐറ്റംസാണ് എല്ലാവരും കൊടുക്കുക. നമ്മൾ കൊടുക്കുന്നത് കണ്ണുവച്ച പത്തിരിയും നല്ല പെപ്പർ ചിക്കനാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിലോ അവൾ പായ നിറച്ചതും പിന്നെ ചിലവരെ ഇറച്ചി കേക്ക് അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പെപ്പർ ചിക്കൻ്റെ പരിപാടിയിലേക്ക് നിന്നതാണ്. അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം വഴന്നതിന് ശേഷം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടു, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം പച്ചമുളകും തക്കാളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കൂടാതെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഈ മസാലനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പെരുംജീരകപ്പൊടി കേട്ടോ. പെരുംജീരകപ്പൊടി നമ്മൾ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കല്ലിലിട്ട് പൊടിച്ചതാണ്. അങ്ങനെ അത് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്ത് അതും കൂടെ മസാല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ 1 കിലോ ചിക്കന് അല്ല, 1.5 കിലോ ചിക്കൻ ഉണ്ട്. 1 കിലോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉപ്പാണേ വാങ്ങിയത്. അപ്പോൾ ഇതൊന്ന് 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഈ 1.5 കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ ചിക്കൻ നമ്മുടെ പാനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പിടി കരിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനുകൊണ്ട് ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ബ്ലാക്കിഷ് കളറായിട്ടുണ്ട്. അത് മെയിനായിട്ട് ഈ കുരുമുളകിൻ്റെ പ്രസൻസ് ആണ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈം ആട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും ഒരു ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. പക്ഷേ ഈ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. നമ്മൾ നന്നായിട്ട് മൂടി വെക്കുകയാണെങ്കിൽ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ ഞാൻ മൂടി തുറന്നതിന് ശേഷം കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്, പിന്നെ വെള്ളവും വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ കശുവണ്ടി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ചെയ്തത് കണ്ണുവച്ച പത്തിരിയാണല്ലോ. അപ്പോൾ അതൊന്ന് പൊരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൊടിയൊക്കെ കുഴച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. ഇത് പൊരിക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ കണ്ണുവച്ച പത്തിരി നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സിസ്റ്ററിലോ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കണ്ണുവച്ച പത്തിരിയും നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.